ഇതുകൊണ്ടിടാം. ഓക്കെ, ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ ദിവസമായിട്ട് ഒരു തട്ടുമുട്ടി പോലത്തെ ഒരു വീഡിയോയും കുറെ ദിവസം വീഡിയോ ഇല്ലാണ്ടും അങ്ങനെയൊക്കെ പോയി കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇനിയോട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റുന്ന ദൈവം എടുക്കാൻ പറ്റും നമ്മൾ വിചാരിക്കുന്നു. ഫംഗ്ഷനേക്കാളും കൂടുതലുണ്ട്. ഫംഗ്ഷൻ ഇന്നലെ ഒരു 8 ദിവസം ഉണ്ടായുള്ളൂ കേട്ടോ. അതല്ല ഞാൻ പറയാം, ഫംഗ്ഷൻ ഇന്നലെ 8 ദിവസം ഉണ്ടായി. പക്ഷെ ഇത്ര ദിവസത്തെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, അമ്മ 10-12 ദിവസമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളെ അടുത്ത് പോക്കും വരവും, ചിലപ്പോൾ ഉച്ചയ്ക്ക് പോകും കഞ്ഞുകൊണ്ട്, പിന്നെ നമ്മൾ കുറേ നേരം ഇരുന്ന് വരുമ്പോൾ പിന്നെ ചിലപ്പോൾ രാത്രി കഞ്ഞുകൊണ്ട് കൂടെ അപ്പോൾ അപ്പോഴും പോയി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും നേരം കിട്ടിയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പിന്നെ എന്താ വെച്ചാൽ, നമ്മുടെ സത്യം പറഞ്ഞ ഒരു ജീവിതമാർഗ്ഗമാണ് നമ്മുടെ വീഡിയോ ഇടുക എന്നുള്ളത് കേട്ടോ. പക്ഷേ അപ്പോൾ ഏട്ടൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയോടെ, നിങ്ങൾ നോക്കാണ്ടിരിക്കണം. എന്താ വെച്ചാൽ അവർക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ അതൊക്കെ എല്ലാവർക്കും അറിയണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് ചെല്ലേണ്ട കാര്യത്തിനും പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മറ്റെന്തിനേക്കാളും വലുതല്ല അമ്മ എന്നൊരു ശക്തിയല്ല. അപ്പം അമ്മയുടെ അടുത്ത് പോകാണ്ടോ പിടിക്കാണ്ടോ ഒന്നും പറ്റില്ല. 92 വയസ്സായ ആളാണ്. അപ്പം അമ്മേനെ അങ്ങനെ 2 നേരം ആശുപത്രി പോയി കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് അതൊരു ശീലമായി. പിന്നെ അമ്മ ഏട്ടൻ്റെ അവിടേക്കാണ്, തറവാട്ടിലേക്ക് എല്ലാം ഒന്ന് ഏട്ടൻ്റെ അവിടേക്ക് പോയത്. എടുത്തി ഒരാഴ്ച കൊണ്ട് ലീവ് ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്നപ്പോൾ അപ്പോഴും അമ്മയുടെ അടുത്തേക്ക് രാവിലെ പോവും രാത്രി പോവും. പിന്നെ ഞങ്ങൾ തന്നെ രാത്രി കണ്ടിരിക്കെ ഞാൻ രാത്രി 11 മണിയാകുമ്പോൾ ഞങ്ങൾ അമ്മേടെ അടുത്തേക്ക് പോയത്. അമ്മേരാണ് അവർ വന്നില്ലല്ലോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകുമ്പോഴേ 3:30 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 4 മണിക്ക് ആയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് വരുമ്പോൾ രാത്രി 11 മണിയാകുമ്പോൾ വിളിച്ചു, എന്താ അവരെ കാണാനില്ല എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചു, ഒന്ന് കണ്ടിട്ട് പൊക്കോളെന്നു. അപ്പൊ ഞങ്ങൾ പോയി കണ്ടു. പക്ഷെ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞ സന്തോഷാട്ടോ. അത് ബുദ്ധിമുട്ടല്ല, അത് നമ്മൾ പറയുന്ന സന്തോഷമാണ്. എന്താ വെച്ചാൽ നമ്മളെ കാണണം എന്നുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മളെ വിളിപ്പിക്കുന്നത്. എന്റെ അമ്മയാണ് ഇപ്പൊ സെറ്റ്, ഏറ്റവും കറക്റ്റ് സെറ്റ് ആയിട്ടേക്കുന്നത്. കുണിക്കിനെ കണ്ടില്ലെങ്കിൽ കുണിക്ക് ഭയങ്കര ഒരു പ്രത്യേകത. അച്ഛന്മാരുടെ അടുത്ത് ഇങ്ങനെ മുഖം വെച്ച് കിടക്കുക, മുട്ട് കൊടുക്കുക, ഉമ്മ കൊടുക്കുക, ഭയങ്കര അറ്റാച്ച്മെന്റ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം തന്നെ എപ്പോഴും ഒരു ആഴ്ച 1-2 പ്രാവശ്യം തറവാട്ടിൽ പോകാൻ, അല്ലെങ്കിൽ എപ്പോഴും പോസ്റ്റ് വെഴുകും, അങ്ങനെയൊക്കെ കാണാൻ പറ്റിയിരുന്നുള്ളൂ. അത്ര നേരം ഇരിക്കുന്നില്ല, 10-15 മിനിറ്റ് ഇരിക്കും വരും, അങ്ങനെയായിരുന്നു. ഇപ്പം ആശുപത്രിയിലായപ്പോൾ കുറേ നേരം പോയി അവിടെ ഇരിക്കുക. അപ്പൊ കുണിക്കും അച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടാണ്. എന്താ കുഴപ്പത്തിന്റെ അമ്മയുടെ വിരല് പൊട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. വിരലൊക്കെ കയ്യിൽ പറിച്ചെടുക്കും. ആ വിരല് പൊട്ടിച്ചു കൊടുക്കാൻ പിടിച്ച് പടക്കുക. വിരലും അങ്ങനെ തൊട്ട ഞെട്ടിന്റെ പണി എന്ന് വെച്ചാൽ ഇപ്പോഴും അമ്മ ശരിയായിട്ടില്ല. അമ്മയുടെ കൈയൊക്കെ നീര് വരും, കാര്യം ബുദ്ധിമുട്ടുകൾ തന്നെ, എല്ലാം ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അപ്പൊ ഇന്നലെ അമ്മ തറവാട്ടിലെത്തിണ്ട് കേട്ടോ. ഇന്നലെ അപ്പോൾ തറവാട്ടിലെത്തി. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഏട്ടൻ്റെ മോളിലെ ചെക്കൻ്റെ വീട്ടിൽ പോലായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി. അത് ചെക്കൻ്റെ വീട്ടിൽ അതിപ്പോൾ പോയി വരുത്തണില്ല ഉള്ളത്. പക്ഷെ അല്ല, ഞങ്ങൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് എത്ര മണിക്ക് പോയി? വീട്ടിൽ നിന്ന് 6:45 പോയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ രാത്രി 9 മണിക്ക് കേട്ടോ. നമ്മുടെ വീട്ടിൽ 5-6 മണിക്കൂർ യാത്ര തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അറിയാലോ. പിന്നെ കുഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ മുണക്കിക്കാൻ പോയിട്ടില്ല. കുഞ്ഞ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടി പോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് 7-ാം തീയതി. അപ്പം എന്താ രസം വെച്ചാൽ അതിൻ്റെ തലേദിവസം എനിക്ക് 3 മണിക്കൂർ സാരി ഉടുത്ത് ഇരിക്കാൻ എളുപ്പമില്ലല്ലോ. അപ്പം എന്നോട് ചുരിദാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചുരിദാർ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏതൊക്കെ ലോകം വരെ തെണ്ടി തടി കൂടിയവർക്ക് തടി കൂടിയാന് സാധനങ്ങളുടെ നമ്മുടെ റേറ്റിന് ഒതുങ്ങും വേണം, നമുക്ക് ഇഷ്ടപ്പെടും വേണം, നമുക്ക് ഇഷ്ടമുള്ള കളറാവണം. ഒരു 4 മണിക്കൂർ 5 മണിക്ക് ഇവിടുന്ന് പോയി 5 മണിക്ക് ഉണ്ണിയാൾക്ക് എടുത്തിട്ട് പിന്നെ ഡ്രസ് എടുത്തിട്ട് പോകുമ്പോൾ 5 മണി 5 കഴിഞ്ഞ് ആദ്യം ഞാൻ ഇവിടെ നിന്ന് പോയി കുണിക്കും. അത് നമ്മുടെ അടുത്ത് തന്നെ പാമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എടുത്തോട്ടോ. പിന്നെ അവിടെ നേരെ ഞങ്ങൾ ചാവക്കാട് വിട്ടു ഡ്രസ്സ് എടുക്കാൻ. ചാവക്കാട് പോയി അവിടെ 1-1.5 മണിക്കൂർ നിന്നു. അപ്പോൾ അവിടെ കളക്ഷൻ ഇല്ലാണ്ടല്ല, പെരുന്നാളായക്കാനൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല. അവിടെ നേരെ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് റിട്ടടിച്ചു. എന്നിട്ട് കുന്നോളത്തുനിന്ന് സ്ഥലത്ത് നിർത്തും. സത്യം പറഞ്ഞാൽ വലിയ ഇഷ്ടമായൊന്നുമില്ല, ഗതികേടോണ്ട് എടുത്തു എന്ന് തന്നെ വരും. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത ചുരിദാറൊന്നുമല്ല കേട്ടോ. ഗതികേടോണ്ട് എടുത്തത് എന്താ വെച്ചാൽ എന്തായാലും ഇട്ടേ പറ്റും. ഒരു കോട്ടൻ്റെ സിമ്പിളായിട്ട് എന്താ വെച്ചാൽ 3 മണിക്കൂർ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇന്നലെ 3 മണിക്കൂർ വണ്ടിയിൽ ഇരുന്നപ്പോൾ
നമ്മുടെ കാറിലാണ് നമുക്ക് സൗകര്യം പോലെ മറിഞ്ഞും തിരിഞ്ഞൊക്കെ ഇരിക്കുക. അപ്പം നമ്മൾ വേറെ ട്രാവലറൊക്കെ നമ്മൾ അതിൻ്റെതായ ഇതിലിരിക്കണ്ടേ. നമ്മുടെ വണ്ടിയാകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇരുന്നിട്ട് പോയി യാത്ര ചെയ്ത് പോയി വരാം. ദൈവമേ, ആ സാരി എങ്ങനെ കൊടുത്ത് പോയി ഇങ്ങനെ അവസ്ഥ. ഞാൻ പകുതിക്ക് വെച്ചിട്ട് ഡ്രസ്സ് എടുപ്പിച്ചില്ല എന്നോട്. നമുക്ക് അത്ര മണിക്കൂറൊന്നും അത് എടുക്കാൻ പറ്റുമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അത് കഴിഞ്ഞ് കുന്നളത്ത് നിന്ന് എടുത്തു. അപ്പം ഞാൻ ത്രെഡ് ചെയ്യാൻ കേച്ചേരിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കീർത്തിൻ്റെ അവിടെ. കീർത്തി അപ്പോൾ കീർത്തി 8 മണി വരെ ഷോപ്പിലുണ്ട് ചോദിച്ചാൽ 8 മണിക്ക് എവിടെ എത്താൻ പറ്റും. എന്നിട്ട് ഞാൻ കീർത്തിയോട് വിളിച്ചിട്ട് കീർത്തി ഞാൻ വീട്ടിൽ വരെ ഒന്ന് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ കീർത്തി ചേച്ചി വായോ പറഞ്ഞു. കീർത്തിയുടെ വീട്ടിലേക്ക് നമ്മൾ എത്ര മണിക്ക് പോയത്? 10 മണിക്ക് കീർത്തിയുടെ അവിടെ പോയിട്ട് പുരിയത് റെഡി ചെയ്ത് വീടെത്തുമ്പോൾ 10:30 10:45 ആ നേരത്തെ തന്നെ എഴുതി വിളിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ കാണുമെന്ന് കണ്ടിട്ട് പൊക്കുമെന്ന്. 11 മണി ഞാനിവിടെ വന്നിട്ട് ചോറ് ഉച്ചയ്ക്ക് ചോറിട്ടില്ല, വിശന്നിട്ട് വന്ന് സാമ്പാറും അവിയലൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. അത് രാവിലെ തുടങ്ങുന്ന പണിയാണേ. ഉറങ്ങിയ നമുക്ക് കാര്യങ്ങൾ നടക്കില്ലോ. നമ്മള് ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, ഒരു കാര്യം നടക്കില്ല. വൃത്തിയോടല്ല എന്നാലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൊന്നു ഷെബിയൊക്കെ പോയി. അപ്പോൾ ആ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കാര്യങ്ങൾ. പിന്നെ ഞങ്ങളുടെ റൂം ക്ലീൻ ആക്കണം ഒക്കെ. ജനലേമ കാര്യങ്ങളൊക്കെ പൊടിക്കുന്നത് പുണ്യമുള്ളപ്പം അങ്ങനെ മൊത്തം പൊടി തട്ടാനോ പിടിക്കാനോ പറ്റിയെങ്കിൽ അതായത് റൂമുകളിലൊക്കെ കാർത്തുള്ളാൻ. അപ്പോൾ അതായത് കൃത്യം തെങ്ങമണിച്ചോട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തങ്ങമണിച്ച് 2 ദിവസം പൊന്നുവിൻ്റെ ഫ്ലാറ്റിലായിരുന്നു പണി. അത് കഴിഞ്ഞ് ഇന്നലെ ഒരു ദിവസം ഞാനും നാലായിരുന്നു തങ്ങമണിച്ച് പൊന്നുവിൻ്റെ ഫ്ലാറ്റിലായിരുന്നു അല്ലേ പണി. പണിയുണ്ടോന്ന് അറിയാം. വിളിച്ച് കിട്ടിയെന്ന് കിട്ടിയാ വരാന്നൊന്നുമില്ല. അന്നേട്ടാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് തങ്ങമണിച്ച് വരാന്നുണ്ട്. അപ്പോൾ കുറച്ച് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എൻഗേജ്മെൻ്റ് ആവാറായി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും അന്നന്ന് വീഡിയോ എടുത്തിട്ടാണ് എല്ലാ പരിശ്രമവും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ജീവിതം. ഇനി കളിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പഴയ ചെയ്താലോ. കുഞ്ഞിന് റൂം കിട്ടിയാണ്ട് സന്തോഷിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ റൂമൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബെഡ്ഷീറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനായിട്ടും അച്ഛനെ കയറി ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ കുഞ്ഞിന് ഇത്ര ദിവസം അറ്റത്തെ റൂമിൽ എ സി കാണുന്നു. പിന്നെ അവൾക്ക് എടുക്കാനും ബുദ്ധിമുട്ടാണ്. അവൾക്ക് എ സി കാണുന്നില്ല. കുഞ്ഞ് പിന്നെ ഫാക്ടറിയിലും കിടന്നു. കുഞ്ഞ് എന്നിട്ട് കുഞ്ഞ് അപ്പൊ ഇത്ര ദിവസം എനിക്ക് റൂമിലെത്താൻ റൂം ഞാൻ പറഞ്ഞു ചേച്ചി പോയില്ലേ, ഞാൻ റൂം നീ എടുത്തോ നിനക്ക് എടുക്കാലോ വന്നു. അപ്പൊ ആന്നൊക്കെ പറഞ്ഞിട്ടാ എന്നിട്ട് പറയാം റൂമിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ഒരു പേടി. ഞങ്ങൾ സമാധാനിച്ചായിട്ടുണ്ടാവും കിട്ടി പോവും. എന്നിട്ട് കുണുക്കനോട് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ കുണുക്കനോട് ഇന്നലെ പറഞ്ഞേ കുഞ്ഞേച്ചിരിയും മോൻ്റെ റൂമാട്ടോ, അത് മോനെടുത്ത് ആ സ്റ്റഡി ടേബിളിലുള്ള മോൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചോട്ടാ, ഇത് മോൻ്റെയും കുഞ്ഞേച്ചി റൂമിൽ നിന്ന് രണ്ടാളോട് കിടന്നോളേട്ടാ. അപ്പൊ അമ്മ എവിടെ എടുക്കുക? അപ്പൊ ആരും ആ റൂം നിങ്ങൾ എടുത്തോട്ടെ നിന്റെ റൂമാണ് ആളൊക്കെ ഇറങ്ങി നോക്കിട്ടാ. എന്നിട്ട് അമ്മ എവിടെ എടുക്കുക? അമ്മ റൂമില്. ഞാൻ ആട്ടാനും ചിലത് ഞങ്ങളുടെ ആട്ട് പൊളിക്കുന്ന എന്തിനാ പ്രസവിച്ചത് പോലെ ചില ചിന്തിക്കട്ടോ. എല്ലാവരും 4 ആള് ഞങ്ങളുടെ അന്തസ്സായിട്ട് ആട്ടാറുണ്ട്. അവരുടെ കാര്യസാധ്യത കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അവരെ ആട്ടി പൊളിക്കാറുണ്ട് ഞങ്ങള്. അപ്പൊ ചില നേരത്തെ നമുക്ക് വിഷമം തോന്നൂട്ടാ. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയൊക്കെ സ്നേഹിച്ച് ഇത്രയൊക്കെ കെയർ ചെയ്താൽ നോക്കിയിട്ട് ചില പറഞ്ഞ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് വിഷമം. കുണുക്കൻ്റെ ചില നേരത്തെ കേൾക്കുമ്പോൾ അമ്മനെ ഇഷ്ടമില്ല അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല ഉണ്ടല്ലോ. അപ്പം ഇന്നലെ ആ ഡയലോഗ് കൊണ്ട് രാത്രി അമ്മയുടെ അടുത്ത് കേൾക്കണം. അപ്പം എന്തിൻ്റെ അർത്ഥം? അപ്പം അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പം നമ്മൾ കഴിഞ്ഞ് തുടങ്ങിയല്ലോ. കൊറേ ദിവസം ശേഷം കുറച്ചു നേരം വർത്താനം പറഞ്ഞു നല്ലോട്ട്. വേറെ ഒന്നുമില്ല. കയ്യിന് എവിടെ തട്ടി എന്താന്ന് അറിയില്ല. കണ്ണെന്തായി? കണ്ണ് ദോശമാവല്ല, ഞാനേ വയർക്കാൻ പറ്റില്ല കുട്ടി. അവിടെ എന്തൊക്കെ ഒരു സൺക്രീം എന്തൊക്കെ തേച്ചു. എന്താ ഈ മനുഷ്യനെ വെളുക്കാൻ തേച്ച് പാണ്ടാവുന്നല്ല ആ അവസ്ഥയിലേക്ക് എത്തണ. നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ വീഡിയോ മിണ്ടാണ്ട് കഴിഞ്ഞിട്ട് നോക്കിയൊക്കെ ചേട്ടന്റെ മോളുടെ എൻഗേജ്മെന്റാ.
പാപ്പനാണ്. പാപ്പന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ പാപ്പൻ തിളങ്ങണ്ടേ. നമ്മള് ഏതെങ്കിലും തരത്തില് തിളങ്ങിയിട്ടല്ല, എന്നാലും നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം അത്രേ ഉള്ളു. നമുക്കൊന്നിനും കുറവില്ല. ദിവസം കഴിച്ച് കൂടുതലുള്ളൂ. അസുഖങ്ങള് കുറവായിട്ടൊന്നുമില്ല. ദാരിദ്ര്യം കൂടുതലുണ്ട്. ദാരിദ്ര്യം ഒന്നുമില്ല കേട്ടോ. ചുമ്മാ നമ്മള് സിനിമയില് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താണല്ലോ കുറച്ച് വിശപ്പുണ്ട്, ദാരിദ്ര്യം ഉണ്ടെന്നൊക്കെ പ്രേംകുമാർ അത്രേ ഉള്ളു. നമ്മൾക്കിപ്പോ മോളോട്ടേക്ക് ചിന്തിക്കണം. നമ്മളെക്കാളും താഴെയുള്ളവർ ഇങ്ങനെയാന്ന് ചിന്തിക്കുമ്പോ നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി. അല്ല, നമുക്ക് വേറെ പ്രശ്നമില്ല. കുറച്ച് ഗോൾഡിന് ഓർമ്മ, കുറച്ച് ബാങ്ക് ബാലൻസിന് ഓർമ്മ, അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ എന്റെ ഇപ്പൊ 3 ടിക്കറ്റിന്റെ കുറവുണ്ടല്ലോ. 3 ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് നമ്മള് കോടീശ്വരനാവാനല്ല, എന്നാലും കടകളൊന്നും വേണ്ടി സ്വസ്ഥമായിട്ടിരിക്കുക, വേറെ ഒന്നുമില്ല. വെള്ളം കുടിക്കട്ടെ കേട്ടാ. അടുത്ത സീൻ. നിങ്ങള് ലോട്ടറി എടുക്കട്ടോ മനുഷ്യ. എടുക്കില്ല. ഇതോടുകൂടി അവസാനിപ്പിക്കണം ലോട്ടറി എടുക്കല്. അയ്യോ, ലോട്ടറി എടുക്കാം. ഇതോടുകൂടി അവസാനിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ലോട്ടറി എടുക്കാൻ അവസാനിപ്പിക്കണമെന്നാണ്. നിങ്ങൾ അവസാനിക്കുന്നതല്ല, ലോട്ടറി എടുക്കുന്നത് അവസാനിപ്പിക്കുന്നതാണ്. വെറുതെ അടിക്കില്ല. ആ 40 രൂപയാണ് കൂടെ 40 രൂപ ഒരു 1 കിലോ പരിപ്പ മീൻ എന്തെങ്കിലുമൊക്കെ കിട്ടും. വെറുതെ അവസാനിക്കില്ല. ലോട്ടറി അടിച്ച് ഇറക്കുമ്പോ അവർക്ക് വിഷമാവില്ലേ? ലോട്ടറി അടിക്കണവർക്ക്. അയ്യോ, ലോട്ടറി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ദൈവമേ, അസുഖങ്ങളില്ല മതി. ആയുസിനായിരിക്കും ആപത്തില്ല. എത്രയുള്ള ആഗ്രഹം. വീട് ക്ലീൻ ചെയ്യാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതിനിടെ സൈഡ് സോഫയുടെ സെറ്റ് കഴുകുന്നുണ്ടോ? സോഫയുടെ കഴുകട്ടെ. കഴുകിയിട്ട് കൊടുക്കാം. വിളിച്ചിട്ടുണ്ടല്ലോ. ആരാ? പ്രവീണിയാണോ ഹണിയാണോ? നിങ്ങള് അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് റോട്ടിൽ പോണ വായനോട്ടം പോകാൻ ആയിക്കോട്ടെ. നമ്മുടെ മക്കളെ പോലുള്ള കുട്ടികളല്ലേ അവര് കൊറേ നാളായിട്ട് കാണാണ്ട് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല അവര്. അപ്പൊ കണ്ടപ്പോ അതിന്റെ ഒരു ഇതല്ലാണ്ട് നമ്മുടെ പൊന്നുണ്ട് പ്രായമുള്ളോട്ടാ. നമ്മുടെ വീട്ടിൽ കുറെ വന്നിരുന്നു കളിച്ച് തന്ന് കുട്ടികളാണ്. അപ്പൊ അവര് പറയുന്ന നാളായിട്ട് ഇവിടെ ഇല്ല, വേറെ എവിടെയായിരുന്നു. അപ്പൊ അവര് വന്നപ്പോ ആരും പറഞ്ഞവരോട് നമ്മളപ്പുറത്തെ വീട്ടിലേക്ക് എന്തിനാ പണിക്ക് ആൾ വിളിക്കാൻ പോയപ്പോ അവിടുന്ന് വിളിച്ചു ശബ്ദം കേൾപ്പോഴാണ് മനസ്സിലായി ബ്രബീലൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളാണ്ടപ്പോൾ നോക്കിയിട്ട് കുട്ടികളൊക്കെ വലുതാവല്ലേ. നോക്കിയത് അതെ, റൂമൊക്കെ ഏകദേശം ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഇവർ അലമാരും ഒരു യൂസ് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ അവിടെ ആവശ്യമില്ല അതൊന്നും. അപ്പോൾ അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ. അവരുടെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ റൂമിൽ കിടക്കി ഇരിക്കുക കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിനൊരു സ്വന്തമായിട്ട് റൂമാക്കി കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഞാൻ ഉറങ്ങ പോട്ടെ, പണിയെടുക്കാം. പണികളുണ്ട്. എന്താ വെച്ചാൽ കാര്യം ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ വീട്ടിലൊരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ബാക്കിയൊക്കെ കുഞ്ഞിനാണ് കേട്ടോ ചെയ്തത്. ഒരു പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞല്ലാതെ ചെയ്ത് സെറ്റാക്കി. എനിക്ക് ഞാൻ 11 മണിക്ക് ചോറുണ്ടോ കുഞ്ഞമ്മ അമ്മ പാത്രം പോകണ്ട, അമ്മ ഉറയ്ക്കണം. ആ നേരത്തെ പോകേണ്ടതല്ല, 5 മണിക്ക് കഴിഞ്ഞ് കുളിക്കുക പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ വരുമ്പോൾ കുഞ്ഞ് അടിച്ചൊടച്ചിട്ട് പാത്രമൊക്കെ കഴുകി അടക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഇന്നലെ ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്താണ് വേണ്ടതില്ല കുണിക്കും കുഞ്ഞമ്മ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇവൻ അതിൻ്റെ ബുൾസൈ വേണമെന്ന് പറഞ്ഞപ്പോൾ ബുൾസൈ ഉണ്ടാക്കി അതിൻ്റെ പാത്രമൊക്കെ ആയിട്ടും കഴുകാനുള്ളത്. ബാക്കിയൊക്കെ ഇവിടെ കഴുകി ക്ലീൻ ആക്കി ഇട്ടുകയായിരുന്നു കുഞ്ഞ്. അങ്ങനെ നമ്മൾ കുറച്ചുള്ള പാത്രങ്ങൾ ആദ്യം കഴുകി വെച്ചതിന് ശേഷം നമുക്കെല്ലാം പണികൾ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ഇന്നത്തെ പോലും അനുവേട്ടനും എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ കുണിക്കും കുഞ്ഞിനെ എണിച്ചിട്ടില്ല. ഞങ്ങൾ ചോദിച്ചാൽ അവർ കിടക്കട്ടെ ചോദിച്ചെന്ന് വെച്ചാൽ അവർ എണിച്ചാൽ പിന്നെ അനുവേട്ടൻ്റെ ഒക്കത്ത് കയറി നടക്കും. പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ പിന്നെ അവർ ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ രണ്ടും അടുക്കളയിൽ കയറി ഓരോ പരിപാടിയോട് തുടങ്ങാനായിട്ടാണ്. രാവിലെ എണിച്ചാൽ തന്നെ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആവണമായിരിക്കട്ടോ. അങ്ങനെ എന്തുണ്ടാക്കിയാലും ചില ദിവസം അവർ കഴിക്കണം. ഇന്നത്തെ എന്ത് ഉണ്ടാക്കിയാലും എന്ത് അമൃതം ഉണ്ടാക്കിയാലും ചില ദിവസമാണ് കുണിക്കാനും കുണിക്കാനും കുഞ്ഞനായാലും കഴിക്കുള്ളൂ. അപ്പോൾ ഇന്ന് 3 ആൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തന്നെയില്ല.
ഞങ്ങൾ കഴിച്ചുട്ടാ. ഒരുമിച്ച് കഴിച്ചാൽ കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്കാണെങ്കിൽ അവർ പിന്നെ കഴിക്കുന്നുണ്ടാവില്ല. അങ്ങനെ കേട്ടോ. ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല. അവർ ചില ദിവസത്തെ മൂഡിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ അപ്പോൾ ഉള്ള പാത്രം അത് ഞങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം പാത്രം കഴിയതിൻ്റെ ശേഷം കിടന്ന് ഉറങ്ങാറ് കേട്ടോ മിക്ക ദിവസവും. അപ്പോൾ ഇന്നലെ നമ്മൾ ആലപ്പുഴയൊക്കെ പോയി വന്ന ക്ഷീണത്തിൽ വീട് എത്തുമ്പോൾ തന്നെ 9 മണി, പിന്നെ ഭക്ഷണം കഴിച്ച് കിടക്കുമ്പോഴൊക്കെ 11 മണിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ കഴിക്കാൻ വയ്യ എന്താ വെച്ചാൽ ഒരു ഇരിപ്പ് തന്നെ എത്രയും മണിക്കൂറാണ് അവിടെ ഇരിക്കുന്നപ്പോഴേ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ തലവേദന മൈഗ്രൈൻ്റെ വേദന എന്തായിരുന്നു. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് എണീച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര മൈഗ്രൈൻ്റെ ഇപ്പോഴും മാറിയിട്ടില്ല. പക്ഷേ കുറേ ദിവസമായിട്ട് വീഡിയോകളും കാരണമൊന്നും ഇല്ലാണ്ട് അപ്പോൾ ഇടാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് എനിക്ക് ഡബ് ചെയ്യാം കേട്ടോ. അങ്ങനെ ആ പാത്രമൊക്കെ മോറി കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ അരിയടപ്പത്തിടാം കേട്ടോ. അപ്പോൾ അരിയൊക്കെ എടുത്തോളുന്നു. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ, അരി 2 മണി എടുത്ത് വായിലിടുക എന്നുള്ളത്. പണ്ട് അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബ്ലഡ് കുറയുമ്പോഴാത്ത നമുക്ക് അങ്ങനത്തെ ടെൻഡൻസി കൂടുക. ഇപ്പോൾ പിന്നെ ബ്ലഡ് വയ്ക്കാനുള്ള ഗുളിയൊക്കെ കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ കൂടുതൽ കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 മണി വെറുതെ ജസ്റ്റ് ഒന്ന് പ്രാവശ്യം വായിലിട്ടെന്നുള്ളതാണ്. ഈ 2 പ്രാവശ്യം ഇങ്ങനെ വായിലിട്ടെന്നുള്ളത് 2 മണീനെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഡൻസി പറയാം. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഇത്ര നാൾ കഴിച്ചതിൻ്റെ എന്നുള്ള തോന്നൽ 2 മണി വായിലിടുന്നതാണ്. പക്ഷേ ആദ്യമൊക്കെ ബ്ലഡ് പറയുമ്പോൾ ഇതിങ്ങനെ കഴിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്തൊക്കെ പോയി തന്നെ ഊട്ടി വന്നിട്ട് ഞാൻ 1 മണി എടുത്ത് വായിലിടാം കേട്ടോ. അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മളടുത്ത പരിപാടി എന്താ വെച്ചാൽ പാല് കാച്ചിട്ടാണ്. പാല് കാച്ചുക എന്നുള്ളതാണ്. എന്താ വെച്ചാൽ കുറേ നാളെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞ് നല്ലോണം ക്ഷീണിച്ചു, അച്ഛമ്മയും ചീത്ത പറഞ്ഞു തുടങ്ങി, എന്തെങ്കിലും കുട്ടി ക്ഷീണിക്കുന്നു, കുഞ്ഞി അങ്ങനെ ഭയങ്കരമായിട്ട് കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ കുഞ്ഞിനോട് പറഞ്ഞു രാവിലെ തൊട്ട് ഭക്ഷണ രീതിയിൽ മാറ്റണം കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനേക്കാൾ മുന്നേ ഗ്ലാസ് പാലും മുട്ടയും പീനട്ട് ബട്ടറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ദോശ കഴിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് അതൊക്കെ കഴിച്ചു. ദോശ അവിടെ ഇരുന്നു കഴിക്കൽ. പിന്നെ ഉച്ചയ്ക്ക് അന്നേട്ട് കുറേ ദിവസം മുതിര കൂട്ടിയിട്ട് അപ്പോൾ നാളെ ആരോടെ പോയിട്ട് പറഞ്ഞു എന്നും അന്നേടെ ഏട്ടൻ്റെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു എന്നും മുതിര വെച്ചപ്പോൾ മേമ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇപ്പോൾ വെക്കലെന്ന് പറഞ്ഞു കേട്ടോ. എന്താ വെച്ചാൽ അന്നേട്ടൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ എന്നും മുതിര വെക്കണം, അത് അവരൊരു വീക്കെൻഡ്സാണ്. അന്നേട്ടനായാലും എൻ്റെ ഏട്ടനായാലും ഇപ്പോൾ മക്കളേലൊക്കെ അങ്ങനെയുണ്ട്. മുതിര ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഊണ് കഴിക്കാൻ. അപ്പോൾ പറഞ്ഞിട്ടപ്പോൾ ഞാൻ പിന്നെ ഇന്ന് വേറെ എന്താണ് ഉപ്പേരിക്കുന്നതൊരു ഓപ്ഷൻ കാരണമൊന്നും നോക്കാൻ നിന്നില്ല. ഓടി ഒരു മുതിരെടുത്തു, കഴുകി അടപ്പത്ത് വെച്ചു. അത് തന്നെ എളുപ്പമാട്ടോ. അങ്ങനെ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും വീട്ടിലെ 3/4 പണിയും കഴിഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ മുതിര വേവിക്കാൻ വെച്ചു. അപ്പുറത്തെ അരി അടപ്പത്ത് വെച്ചത് പാലിൽ കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താട്ടെ. എന്ന് ചാറ്റിയില്ല, ഒന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതെന്ന് വെച്ചാൽ അവർ എനിക്ക് തന്നെ എനിക്ക് ചൂടാറിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങി മുട്ടയൊക്കെ തൊണ്ട് പൊളിച്ചു. ഇപ്പോൾ ഈ ചൂട് സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു നമ്മൾ മുട്ട ഇങ്ങനെ തൊണ്ട് പൊളിക്കുമ്പോൾ തൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ പോകുന്നു കിട്ടുന്നില്ല. ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അവിടെ പൊട്ടിയിട്ടൊക്കെ വരുന്നേട്ടാ. അങ്ങനെ കണ്ടാൽ തന്നെ ഇവിടുത്തെ പിള്ളേർ തിന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഇവരെന്നെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ട്. പക്ഷേ ഇവർ കുണിക്കുന്ന കഴിച്ചില്ല. അനിയേട്ടൻ കഴിച്ചു, ഞാൻ കഴിച്ചു, കുഞ്ഞിനും കഴിച്ചിരുന്നു, പിള്ളേരൊന്നും കഴിച്ചില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചട്നി ഉണ്ടാക്കാനുള്ള പരിപാടി ആട്ടോ. അങ്ങനെ നമുക്കൊരു മിനിറ്റ് രാവിലത്തെ പണി തന്നെ ഒരു മിനിറ്റ് പോലും റെസ്റ്റിലാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോട്ടാ. അപ്പോൾ ചട്നി നാളികേരം, ഒരു 3 ചുവന്നുള്ളി, തുണ്ട് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഉപ്പിട്ടാ, പിന്നെ വെള്ളം ഒഴിച്ചു നന്നായി അരച്ചു കിട്ടും. ഇപ്പം പിന്നെ നമുക്ക് സുജാതയുടെ മിക്സ് ചെയ്യണം. അരവിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അരഞ്ഞ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പണ്ടൊക്കെ പ്രീതി യൂസ് ചെയ്ത് അതിനോടാണ് എനിക്ക് ഇത്. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, സുജാത യൂസ് ചെയ്ത് സെറ്റായിട്ട് അരവൊക്കെ നന്നായി അരഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അരപ്പൊക്കെ നന്നായി അരഞ്ഞ് കിട്ടുന്നുണ്ട്. അങ്ങനെ അപ്പോൾ നമ്മുടെ ചട്നിയൊക്കെ കറക്റ്റ് സെറ്റായി. ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് പാകമാക്കി ഉപ്പ് നോക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മുതിരക്ക് വെന്തു. മുതിര അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്നി കാച്ചാള പരിപാടി. സത്യം പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിന് നമ്മുടെ നെസ്റ്റോയിൽ 145 146 അങ്ങനെ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാൻ പറയണ 2-3-5 മാസം യൂസ് ചെയ്താലും മതി, നമുക്കത് മുതലായി. അത്രയ്ക്കേ നമ്മൾ കൊടുക്കണുള്ളൂ, അത്രയ്ക്ക് അതൊക്കെ ഈടുണ്ടാവുള്ളൂ. പക്ഷേ നമുക്ക് കൂട്ടാൻ കാച്ച് നല്ല സുഖമായിട്ടോ. ആദ്യം നമുക്ക് തരി കൂട്ടാൻ ഇങ്ങനെ കറികൾ കാച്ചില്ലെങ്കിൽ വലിയൊരു ചീഞ്ചറ്റൊക്കെ അടുപ്പത്ത് കയറ്റണം, പക്കട് നോക്കണം പിടിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതാകുമ്പോൾ സുഖമാണ്, നമുക്ക് കാച്ചാനും കാര്യങ്ങളും പെട്ടെന്ന് ചൂടാവുന്നുണ്ട് കാര്യങ്ങൾ. ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടായി വരണ്ടേ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ ഇട്ട് പിന്നെ ഇടുന്നത് മുഴുവൻ മുളകും കറിവേപ്പില കേട്ടോ.
നമ്മുടെ ചട്നിക്ക് കാച്ചി കൂട്ടി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണ്ട. ഞാൻ കുറേ ആൾക്കാർ റിയൽസിലൊക്കെ ഇങ്ങനെ ഉണ്ടമുളക് ഇട്ടിട്ട് ഇങ്ങനെ കാച്ചിനെ വരുന്നുണ്ട്. ഞാൻ ഉണ്ടമുളക് മേടിച്ചിട്ട് പക്ഷേ എനിക്ക് ഒന്നും മനസ്സിലായി, നമ്മൾ ഉണ്ടമുളക് ഇട്ടാലും നമുക്ക് മിളകിൻ്റെ ഒരു മണം വരില്ല. നമ്മൾ ഈ മുഴുവൻ മുളക് പൊട്ടിച്ചിടുമ്പോഴാണ് ആ ചട്നിക്ക് അതിൻ്റെ ഒരു മണം വരുന്നത് കേട്ടോ, പൊട്ടിച്ചിടുമ്പോൾ. പിന്നെ നമ്മുടെ മാവുണ്ടായ ഒരു മാങ്ങ കേട്ടോ, അതിൻ്റെ ഒരു വശം ചതഞ്ഞിരിക്കുന്നു. ഒരു വശം നല്ല വശം ചെത്തിയെടുത്തിട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ അമ്മ അങ്ങനെ ഒന്നും കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ തുണ്ട് മാമ്പഴം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് 2 പീസ് കുഞ്ഞ് പീസ് ആയിക്കോട്ടെ തണ്ണിമത്തയൊക്കെ. ഇപ്പോൾ എൻ്റെ അമ്മ ഇപ്പോൾ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് രാവിലെ പറഞ്ഞു ഇത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പോയിട്ടാണ് അനുവേട്ടന് കുണുക്കും കൂടിയിട്ട് കൊണ്ടു കൊടുക്കാൻ പോയിട്ടാണ്. സത്യം പറഞ്ഞാൽ ചീനി ദോശ തട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ നന്നാക്കാൻ വന്നപ്പോഴേക്കും നമ്മുടെ തട്ട് നന്നായി ചൂടായിട്ടാണ് മാവ് നൂട്ടത്. മാവ് കുറച്ച് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ തരും ഉപ്പിട്ട് കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്നും കൂടി ലൂസാക്കിയിട്ട മാവ്. എന്താ വെച്ചാൽ കുറച്ച് പുളി കുറഞ്ഞു. ഞാൻ അരച്ച് വയ്ക്കുമ്പോൾ ഒരു 11:11 അതിന് മാവ് അരച്ച് വയ്ക്കുമ്പോൾ അതുകൊണ്ട് കേട്ടാൽ പുളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത്. ദോശമാവൊക്കെ ശരിക്കും ഒരു 8 മണി 8-9 മണിയുടെ അരച്ചിരിക്കണം. അതാണ് ഞാൻ മണത്തോക്കുന്നത്. പുളിച്ചോ എന്നുള്ള മണം വന്നു നോക്കിയത് കേട്ടോ. പക്ഷെ പുളി കുറവായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. സാമ്പാറും ചട്നിയൊക്കെ ഇരിഞ്ഞിപ്പോൾ അത് പുളിക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് നമുക്ക് വിശക്കും. അങ്ങനെ കണ്ട മാവ് അത്രയ്ക്ക് ഉണ്ട് ഞങ്ങൾക്ക്. ഞാൻ 3 മക്കൾക്ക് ദോശ കൊടുക്കാൻ തിന്നണം. ഇവർക്കൊന്ന് നേരായിട്ട് കഴിക്കാം. നേരെ നമ്മൾ ഉണ്ടാക്കിയാലോ വെറുതെ ഉണ്ടാക്കി വെച്ചിട്ട് അയ്യോ അവിടെ കണ്ടില്ല. കാണാല്ലെങ്കിൽ നീക്ക അങ്ങോട്ട് നീക്കുന്ന ചേട്ട അവിടെ കിടക്കുന്നുണ്ട്. ഞാൻ കോഴിമുട്ടയും പാലും കുടിച്ചു, പീനട്ട് ബട്ടറും വെച്ചു. ഇനി കുറച്ചേരം കഴിയട്ടെ, അല്ലെങ്കിൽ കൂടി പിന്നെ കുണുക്കെ എനിക്ക് വരണം. എന്തിനമ്മ ഞാൻ തടി വയ്ക്കാനല്ലേ കഴിക്കണം. ഹലോ ആരാധേ തങ്ങാനേച്ചിണ്ടാ കുക്കി നീ ദോശ കഴിക്കാൻ പോവാ? സോറി സാമ്പാർ മീനാണ്. ഇന്നലെ ഞാൻ ദോശക്ക് ഞാൻ ദോശക്ക് വെച്ചിരുന്നത്. കുണിക്കിര ട്രൗസർ ഭയങ്കര വലുതാണല്ലോ. കുണിക്കിര ട്രൗസർ. അപ്പോൾ ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കല്ല കേട്ടോ. അപ്പോൾ തങ്ങമണിച്ച് പണിക്കുണ്ടല്ലോ. അപ്പോൾ തങ്ങമണിച്ച് ജനലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ റൂമൊക്കെ ക്ലീൻ ആക്കിയിട്ടു. ഇപ്പോൾ കട്ടലിൻ്റെ മുകളിൽ കിടക്കുന്നത് അതിനായിട്ട് വിരികളൊക്കെ കഴുകി ഉണക്കിയിട്ടുണ്ട് റൂമിലിട്ടാ കേട്ടോ. രാവിലെ തൊട്ട് ഓരോ ട്രിപ്പ് വിരികൾ മാത്രമായിട്ട് ട്രിപ്പ് കഴുകി അങ്ങനെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ പൊന്നു ഷെബിയൊക്കെ പോയപ്പോൾ ഈ റൂം കുഞ്ഞ് യൂസ് ചെയ്യാൻ വെച്ചിട്ട് ഇരിക്കട്ടോ. അപ്പോൾ കുഞ്ഞ് ഇത്ര ദിവസവും ഞങ്ങളുടെ റൂമിൻ്റെ താഴെ കിടന്നിരുന്നിട്ട്. അപ്പോൾ ഞാൻ അവർക്ക് റൂമിൽ അവൾക്ക് ആ അറ്റത്ത് ഒരു റൂം കൂടി ഉണ്ട് നമ്മുടെ വീട്ടിൽ. പക്ഷേ ആ റൂമിൽ കിടക്കാൻ കുഞ്ഞിന് പേടി കേട്ടോ. പിന്നെ നമ്മൾ ഈ സോക്കേസിൽ അവരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ പോയപ്പോൾ കുറച്ച് ഒഴിഞ്ഞു. അപ്പം ഇതൊക്കെ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സോക്കേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഈ സോക്കേസിലേക്ക് മാറ്റി. പിന്നെ എല്ലാം അതൊക്കെ പൊടി തട്ടി പേപ്പറൊക്കെ വിരിച്ച് അതൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇനി ഉച്ചത്തേക്ക് നമ്മൾ ചോറിലും നമുക്ക് വീട്ടിലൊരാൾ പണിക്കണമെങ്കിൽ ആൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, തങ്ങമണിച്ചിക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പോൾ കാരണം ഞാൻ പിന്നെ വന്ന് സമയം നോക്കിയപ്പോൾ 1 മണിക്ക് ആവാറായിട്ടാണ്. എന്താ വെച്ചാൽ ആ റൂമിൽ അത്രയും സാധനം നമ്മുടെ മേക്കപ്പ് സാധനം കുറേ യൂസ് ചെയ്യാത്തതും കളയാനുള്ളതും വളകളും മാലകളും യൂസ് ചെയ്യാത്ത കുറേ കളർ പോയതൊക്കെ എടുത്ത് കളയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല മെനക്കെട്ടൊരു പണിയായിരുന്നു. അങ്ങനെ ആ റൂമിലത്തെ സാധനമൊക്കെ ഞങ്ങൾ പൊന്നിൻ്റെ റൂമിൻ്റെ ആ റൂമിലാണ് ഞങ്ങൾ പണ്ട് മേക്കപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഷെബിയൊക്കെ വന്നതിന് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് ചെയ്തിട്ട് അപ്പോൾ വീണ്ടും ഞാനതൊക്കെ കൊടുത്ത് അപ്പുറത്തോണ്ട് വെച്ചോട്ടോ. അങ്ങനെ പിന്നെ ബാക്കിയുള്ള തണ്ണിമത്തങ്ങ അമ്മയ്ക്ക് മുറിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. ആ തണ്ണിമത്തങ്ങ മുറിച്ച് വയ്ക്കട്ടെ. എന്താ വെച്ചാൽ ഇങ്ങനെ ഇരുന്ന പിന്നെ അതാരും തിന്നില്ല, അവിടെ ഇരുന്നിട്ട് അത് ചീച്ച് കളഞ്ഞില്ല. അപ്പോൾ ഇത് മുറിച്ച് കൊണ്ട് അവിടെ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ ഒരു ആരെങ്കിലൊക്കെ എന്തെങ്കിലും എടുത്ത് വായിലിട്ടോളൂ കേട്ടോ. അങ്ങനെ മത്തി നമ്മുടെ തങ്കമണിയിച്ച് നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. മസാല അഞ്ഞേട്ടം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ നേരം കൊണ്ട് ഞാൻ റൂം ക്ലീൻ ആക്കാൻ പോയ നേരം കൊണ്ട് അതൊക്കെ ചെയ്ത് തന്നോട്ട് അവർ. അപ്പോൾ അത് വറക്കാട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പുറത്ത് നമ്മൾ മുതല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാച്ചി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ഞാൻ ചീനച്ചെടിയിൽ എണ്ണ ചൂടായപ്പോൾ നമ്മൾ വെളുത്തുള്ളി മാത്രം ചതച്ചിട്ടു കേട്ടോ ഉപ്പേരിക്ക്. വേറെ നമ്മൾ കറിവേപ്പില ഇടാം, ഞാൻ കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇനി തങ്കമണിച്ചിക്ക് ചോറ് കൊടുക്കണ്ടേ എന്നുള്ള വിപ്രാളത്തിലാണ് ബാക്കിയുള്ള അടുത്ത പണികൾ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ.
അതാണ് ഈ ഒരു മുതിരപ്പേരിൻ്റെ ചാറ് പോലെ നല്ല അങ്ങനെ ഇത് നമ്മൾ കാഴ്ചതിന് ശേഷം കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ ഇട്ടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാണല്ലോ ആ മുതിരയുടെ ഉള്ളിലും പിന്നെ മുതിരച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. പിന്നെ അതാണ് ഈ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട കേട്ടോ കഴിക്കാൻ. ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇടാറില്ല. വെളുത്തുള്ളി പിന്നെ കുത്തിയ മുളകും പൊടി മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ചേട്ടനാണില്ല ഞാൻ വറ്റിച്ചുണ്ടാക്കണം മുതിരയേക്കാൾ ഇഷ്ടം കൂടുതലും ഇങ്ങനെ ചാറ് പോലെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചോറിലേക്ക് മുതിരച്ചാറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനേട്ടന് മാത്രമേ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനെ അപ്പുറത്തെ മീൻ കോരി വറുത്ത് സെറ്റാക്കുന്നുണ്ട്, മറിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് മുതിരുണ്ട്. പിന്നെ ഞാനുണ്ടാക്കിയ സാമ്പാർ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് വേണ്ട നമുക്ക് കളയാണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ പിന്നെ അതിനായിട്ട് അവിടെ പാത്രം മൂറുണ്ട്. അപ്പോഴേക്കും ഞാൻ ഈ പാത്രമൊക്കെ ഇവിടെ നിന്ന് അടക്കി വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ മോറാൻ പറഞ്ഞിട്ടാണ് വേണ്ട ഞാൻ മോറിയിട്ട് വയ്ക്കാം. അപ്പോഴേക്ക് ഈ നമ്മുടെ ഈ പാത്രത്തിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ വെള്ളം വാറുന്നുണ്ട്. അപ്പോൾ അത് മടക്കി അങ്ങനെ എടുത്ത് പാത്രം അടക്കി വെച്ചോളാം പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെ നമ്മൾ പാത്രം കുറേ അടച്ചു വെച്ചു. പിന്നെ ഇതൊക്കെ ഇപ്പം കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാമ്പഴം തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ട് പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു കിട്ടാം. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ആ മാമ്പഴം ഒന്ന് കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മൂവാണ്ടനെയൊക്കെ നല്ല ബലമായിരിക്കും മാമ്പഴത്തിന്. അപ്പോൾ അത് കുറച്ച് ഒരു നുള്ള് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൊണ്ടിട്ട് നമ്മൾ അടപ്പത്ത് അത് വേവിക്കാൻ വെക്കാം. പിന്നെ അടുത്ത പണി എന്താ, നമ്മൾ ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കറികളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ നാളികേരം, നല്ല ജീരകം, ഒരു 3-4 പച്ചമുളക്, കുറച്ച് വെള്ളം, തൈര്. പുളി കുറഞ്ഞ തൈരാണെങ്കിൽ തൈര് മാത്രം വെച്ചിട്ടാണ് അരയ്ക്കാറ്. അപ്പോൾ ഇത് പുളിയുള്ള തൈര് ഇങ്ങനെ കുറച്ച് വെള്ളം കുറച്ച് തൈര് കൂടിയിട്ട് നല്ല കട്ട തൈര് എടുത്തിട്ട് മിക്സിയിലിട്ട് നല്ല അതിൻ്റെ അരപ്പ് അരച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും നമ്മളിപ്പുറത്ത് മാമ്പഴം നമ്മൾ അപ്പുറത്തെ 2 അടുപ്പും സാധനങ്ങളുണ്ട്. ഒരു അടുപ്പ് കംപ്ലൈൻ്റ് ആട്ടോ. അപ്പോൾ അപ്പുറത്ത് 2 അടുപ്പും സാധനങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു അടുപ്പുമ്മ നമ്മുടെ മാമ്പഴം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 2 അടുക്കളയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ചായയും കാനിലൊക്കെ കുളിക്കാൻ ചൂടുള്ളതൊക്കെ അങ്ങനെയൊക്കെ കേട്ടോ. ഫുഡ് കൂടുതലും ഞാൻ അപ്പുറത്തെ അടുപ്പിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നേരില്ലാതാനും വേഗം കൊണ്ട് വെച്ചാൽ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗുളിക എനിക്ക് രാവിലെ ഒരു 10-12 ഗുളികയുണ്ട്, രാത്രി 10-13 ഗുളികയുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നാവുമ്പോൾ രുചികളൊന്നും അറിയണം. ഈ ഗുളിക കഴിച്ചിട്ട് നാവിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം എന്നറിയും എനിക്ക് അതിൻ്റെ ഉപ്പും പുളിയും ഒന്നും അറിയാണ്ട്. എന്താ വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് മധുരമുള്ള കറിയിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ കറക്റ്റ് അളവ് അറിയില്ല. അത് എല്ലാം ഇങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്തു. അപ്പോൾ കാരണം നമുക്ക് ചോറിലേക്ക് കൂടുമ്പോൾ ഉപ്പ് കുറവ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷമായിട്ട് ഞാനത് ഫൈനലായിട്ട് തീരുമാനത്തിലെത്തുക. അങ്ങനെ കുറച്ച് പഞ്ചസാര കൊടുത്ത് കുറച്ച് ഉപ്പിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ശർക്കര ആണെങ്കിൽ ശർക്കര ഇഷ്ടമുള്ളവർക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലും പഞ്ചസാര ഇടാറ്. ശർക്കര ഇടുമ്പോൾ നമ്മൾ ഈ കറിക്ക് ഒരു കൊഴുപ്പ് വരും. മാമ്പഴ പുളിശ്ശേരിക്ക് ആ കൊഴുപ്പ് ഇഷ്ടമില്ല. കാരണം ഞാൻ പഞ്ചസാരയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് കേട്ടോ. അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നോക്കിയോ വെട്ടി തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അത് വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യണം കേട്ടോ. മാമ്പഴ പുളിശ്ശേരി വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കുഞ്ഞിന് ഇതുണ്ടെങ്കിൽ ചോറിന് ആരും ഒന്നും പറയണ്ട, തന്നെ എടുത്ത് 2 ട്രിപ്പോ 3 ട്രിപ്പോ കുഞ്ഞ് കഴിച്ചോളൂ. കുഞ്ഞ് ക്ഷീണിച്ചു എൻ്റെ കാരണം ഇപ്പോൾ ഞാൻ 2 ദിവസം ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരിന് വയ്ക്കണം കേട്ടോ. ഞാനും എൻ്റെ രണ്ടും പിന്നെ എന്തുണ്ടെങ്കിലും എന്ത് കറിയിലും ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കും. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം അങ്ങനെയില്ല. കുഞ്ഞിന് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ കറിയൊക്കെ കഴിച്ച് നമ്മളങ്ങനെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ആയിട്ട് ശരിക്കും 1:15 ആകുമ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ 1 മാസത്തെ തുണികളുണ്ട് കേട്ടോ മടക്കാൻ. അതിനായിട്ട് തിരുമ്പി ഉണക്കി കൊണ്ടുവിടും. ഞാൻ മടക്കാൻ നേരം കിട്ടാറില്ല. ആശുപത്രി കേസും അങ്ങോട്ട് ഓടിലും ഇങ്ങോട്ട് ഓടിലായിട്ട് ഒന്നിനും നേരം കിട്ടാറില്ല കേട്ടോ. അതിപ്പോൾ കുറേശ്ശെ എടുത്ത് ഞാൻ മടക്കി വയ്ക്കുക. ഇപ്പോൾ ഷെബിയുടെ അവർ കൊണ്ടുപോയി ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കി